എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുജറാത്ത് ടൈറ്റൻസും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും തമ്മിലുള്ള 2026 IPL മഹാഫൈനലിന് വേദിയായ അഹമ്മദാബാദിലെ ചരിത്രപ്രസിദ്ധവും ലോകത്തിലെ ഏറ്റവും വലുതുമായ നരേന്ദ്രമോദി സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഒരു അവിസ്മരണീയ രാത്രിക്കാണ് സാക്ഷ്യം വഹിച്ചത്. ആവേശത്തിന്റെ എല്ലാ അതിരുകളും ലംഘിച്ച ഈ പോരാട്ടം കേവലം ഒരു മത്സരമായിരുന്നില്ല, മറിച്ച് കാലാകാലങ്ങളോളം ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന കായികക്ഷമതയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് പൊരുതി നേടിയ 155 റൺസ് എന്ന വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു മധ്യനിരയിലെ അപ്രതീക്ഷിതമായ തകർച്ചയെ തുടർന്ന് കടുത്ത സമ്മർദ്ദത്തിലേക്ക് വീണുപോയൊരു ഘട്ടമുണ്ടായിരുന്നു. ഗുജറാത്തിന്റെ സ്പിന്നർമാർ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന ആ നിർണായക നിമിഷത്തിലാണ് അഹമ്മദാബാദിലെ ആ വലിയ മൈതാനത്ത് വിരാട് കോഹ്ലി എന്ന ഇതിഹാസത്തിന്റെ വിനാശകാരിയായ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത്. പ്രതിയോഗികളുടെ ശ്വാസം നിലപ്പിച്ചുപോയ ആ ബാറ്റിംഗ് പ്രകടനം സ്റ്റേഡിയത്തെ ഒന്നാകെ നിശബ്ദമാക്കി. എത്ര വലിയ ഇതിഹാസ താരങ്ങൾക്ക് പോലും അസാധ്യമെന്ന് തോന്നുന്ന മാന്ത്രികവും അവിശ്വസനീയവുമായൊരു ഇന്നിംഗ്സാണ് അന്ന് കോഹ്ലി പുറത്തെടുത്തത്. കൃത്യതയാർന്നതും തീപാറുന്നതുമായ ഗുജറാത്ത് ബൌളിംഗിനു മുന്നിൽ കീഴടങ്ങാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. വെറും 42 പന്തുകളിൽ നിന്ന് 75 റൺസ് അടിച്ചുകൂട്ടിയ കോഹ്ലിയുടെ ആ പുറത്താവാത്ത ഇന്നിംഗ്സ് ഗുജറാത്ത് ക്യാമ്പിൽ ഭയവും നടുക്കവും സൃഷ്ടിച്ചു. 9 മനോഹരമായ ബൗണ്ടറികളും സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിൽ തട്ടി താഴേക്കു പതിക്കുന്ന തരത്തിലുള്ള 3 പടുകൂറ്റൻ സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ആ വിസ്മയ പ്രകടനം. തന്റെ ബാറ്റിൽ നിന്ന് സാക്ഷാൽ അഗ്നി ചിതറുന്നതുപോലെ തോന്നിച്ച ആ നിമിഷങ്ങളിൽ ബാംഗ്ലൂരിന്റെ കിരീട പ്രതീക്ഷകൾ മുഴുവൻ സ്വന്തം ചുമലിലേറ്റി അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടുകയായിരുന്നു. കോഹ്ലിയുടെ ഈ സംഹാരതാണ്ഡവത്തിനു മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ മുഖത്ത് കടുത്ത നിരാശയും ആശങ്കയും നിഴലിച്ചിരുന്നു. മത്സരം അതിന്റെ ഏറ്റവും അന്ത്യഘട്ടത്തിലേക്ക് കടന്നപ്പോൾ മൈതാനത്തെ പിരിമുറുക്കം അതിന്റെ കൊടുമുടിയിലായിരുന്നു. റോയൽ ചാലഞ്ചേഴ്സിന് ജയിക്കാൻ വെറും ചുരുക്കം ചില റൺസ് മാത്രം വേണ്ടിയിരുന്ന 18ാം ഓവർ. സ്ട്രൈക്കിൽ സാക്ഷാൽ കിങ് കോഹ്ലി. അർഷദ് ഖാൻ എറിഞ്ഞ ആ ഓവറിലെ അവസാന പന്തിൽ ലോങ് ഓണിന് മുകളിലൂടെ പന്ത് അതിർത്തി കടത്തി കോഹ്ലി ഒരു അത്ഭുതകരമായ സിക്സറിലൂടെ മത്സരം അവസാനിപ്പിച്ചു. 5 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ നേടിയ ഈ വിജയത്തോടെ തുടർച്ചയായ രണ്ടാമത്തവണയും IPL ചാമ്പ്യന്മാരാകുക എന്ന റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. ഈ സാല കപ്പ് നമതേ എന്ന ആരാധകരുടെ അലർച്ച അഹമ്മദാബാദിന്റെ ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ബാംഗ്ലൂരു ഒഫീഷ്യലായി ചാമ്പ്യന്മാരായ ആ നിമിഷം ആകാശം മുഴുവൻ വർണ്ണാഭമായ വെടിക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞു. വിജയത്തിന് ശേഷമുള്ള പ്രസന്റേഷൻ ചടങ്ങിൽ 75 റൺസിന്റെ ആ മാസ്മരിക ഇന്നിംഗ്സിന് വിരാട് കോഹ്ലിയെ ഔദ്യോഗികമായി മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നൽകി ആദരിച്ചു. ഏറെ അഭിമാനത്തോടെ വേദിയിലെത്തിയ അദ്ദേഹം പുരസ്കാരം ഏറ്റെടുത്ത ശേഷം എടുത്ത ആ ഒരു തീരുമാനം സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കാണുകരെയും ടെലിവിഷനിലൂടെ മത്സരം കണ്ടുകൊണ്ടിരുന്ന കോടിക്കണക്കിന് ആരാധകരെയും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കി. കൈകളിൽ പുരസ്കാരവുമായി മൈക്കിന് മുന്നിലെത്തിയ കോഹ്ലിയുടെ ശബ്ദം ഇടറിയിരുന്നു. തുടർച്ചയായ രണ്ടാമത്തവണയും തങ്ങൾ കിരീടം നേടിയെങ്കിലും ഈ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിന് യഥാർത്ഥത്തിൽ അർഹൻ താനല്ല എന്നും ഫൈനൽ മത്സരം കാണാൻ VIP സ്റ്റാൻഡിലിരിക്കുന്ന 14-കാരനായ വൈഭവ് സൂര്യവംശി എന്ന അത്ഭുത ബാലനാണെന്നും അദ്ദേഹം വികാരഭരിതനായി പ്രഖ്യാപിച്ചു. ക്വാളിഫയർ 2-ൽ പാറ്റ് കമിൻസിനെയും റബാഡയും പോലുള്ള ലോകോത്തര ബൌളർമാർക്കെതിരെ ഭയമില്ലാതെ ബാറ്റ് വീശി 120 പന്തുകളിൽ നിന്ന് 96 റൺസ് നേടിയ ആ കൊച്ചുകുട്ടിയുടെ പ്രകടനം അവിശ്വസനീയമാണെന്നും അവന്റെ ടീമിന് ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ ചെറുപ്പക്കാരൻ ലോകത്തിന്റെ മുഴുവൻ ഹൃദയം കീഴടക്കിയെന്നും കോഹ്ലി പറഞ്ഞു. ഒരു യുവതാരത്തിന്റെ ആത്മവിശ്വാസം വളർത്തുക എന്നതാണ് കായിക ലോകത്തെ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് കോഹ്ലി തന്റെ പുരസ്കാരം ആ 14-കാരന് സമർപ്പിച്ചു. അഹമ്മദാബാദിലെ ആകാശത്ത് കോഹ്ലിയുടെ ഈ വാക്കുകൾ പ്രതിധ്വനിച്ചപ്പോൾ സ്റ്റേഡിയം മുഴുവൻ അദ്ദേഹത്തിന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുകയായിരുന്നു. കേവലം ഒരു മികച്ച കളിക്കാരൻ മാത്രമല്ല, താനൊരു വലിയ മനുഷ്യസ്നേഹി കൂടിയാണെന്ന് അദ്ദേഹം അവിടെ തെളിയിച്ചു. ചരിത്രത്തിൽ സുവർണലിപികളിൽ രേഖപ്പെടുത്തേണ്ട ആ നിമിഷത്തിൽ VIP സ്റ്റാൻഡിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ആ 14-കാരനെ കോഹ്ലി വേദിയിലേക്ക് ക്ഷണിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ കോഹ്ലിയിൽ നിന്ന് ആ പുരസ്കാരം ഏറ്റെടുത്ത വൈഭവിന് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല. ആ വലിയ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് അവൻ മൈതാനത്തിന്റെ മധ്യത്തിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. അവിശ്വസനീയതയും ആദരവും നിറഞ്ഞ ആ കുട്ടിയുടെ മുഖം കണ്ട് ടെലിവിഷൻ പ്രേക്ഷകരുടെ കണ്ണുകളും ഈറനണിഞ്ഞു. ഇന്ത്യൻ സീനിയർ താരങ്ങൾ മൈതാനത്ത് വിജയങ്ങൾ നേടാൻ മാത്രമല്ല, തങ്ങളുടെ വിനയവും സംസ്കാരവും കൊണ്ട് ലോകത്തിന്റെ ഹൃദയം കീഴടക്കാനും അറിയുന്നവരാണെന്ന് കോഹ്ലിയുടെ ഈ നിസ്വാർത്ഥമായ പ്രവൃത്തി വിളിച്ചു പറഞ്ഞു. കണ്ണീരോടെ പുരസ്കാരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് മൈക്കിന് മുന്നിലെത്തിയ വൈഭവ് സൂര്യവംശി വിരാട് കോഹ്ലിക്കും ബാംഗ്ലൂരു ടീമിനും നൽകിയ ആദരവ് എല്ലാവരുടെയും ഹൃദയം സ്പർശിച്ചു. ക്വാളിഫയറിലെ തോൽവിക്ക് ശേഷം താൻ ആകെ തകർന്നു പോയിരുന്നുവെന്നും തന്റെ കഠിനാധ്വാനമെല്ലാം വെറുതെയായെന്ന് തോന്നിയിരുന്നുവെന്നും അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ വിരാട് ഭയ്യയുടെ ഈ സ്നേഹം തന്റെ എല്ലാ വേദനകളും നിരാശകളും ഇല്ലാതാക്കിയെന്നും വിരാട് ഭയ്യ മൈതാനത്തെ ഒരു ഇതിഹാസം മാത്രമല്ല, ഹൃദയവിശാലതയുള്ള ഒരു വലിയ മനുഷ്യനാണെന്നും വൈഭവ് കൂട്ടിച്ചേർത്തു. ഈ ആദരവ് താൻ ജീവിതകാലം മുഴുവൻ ഓർക്കുമെന്നും തുടർച്ചയായ രണ്ടാമത്തവണയും കിരീടം നേടിയ ബാംഗ്ലൂരു ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും ആ കൊച്ചുമിടുക്കൻ പറഞ്ഞു. ട്രോഫി നേടാനായില്ലെങ്കിലും തന്റെ സംസ്കാരം കൊണ്ടവൻ ലോകത്തിന്റെ നെറുകയിലെത്തി. 2026
IPL മഹാഫൈനൽ ചരിത്രത്തിൽ ഇടം നേടുന്നത് ഈ രണ്ട് താരങ്ങളുടെയും അചഞ്ചലമായ കായിക ചോദയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും പേരിലാകും. വിരാട് കോഹ്ലി എന്ന ഇതിഹാസത്തിന്റെ വിശ്വരൂപം കണ്ട ഈ മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സിന്റെ വിജയത്തിനു പിന്നിൽ മറ്റു പല ഘടകങ്ങളുമുണ്ടായിരുന്നു. ഗുജറാത്തിനെ 155 റൺസിലൊതുക്കിയ ഭുവനേശ്വർ കുമാറിന്റെയും ജോഷ് ഹേസൽവുഡിന്റെയും അസാമാന്യമായ ബൌളിംഗ് പ്രകടനവും സമ്മർദ്ദഘട്ടങ്ങളെ വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്ത രജത് പാട്ടിദാറിന്റെ സാന്നിധ്യവും ആ വിജയത്തിന്റെ മാറ്റുകൂട്ടി. ഒരുപക്ഷേ ഗുജറാത്തിന് തിരിച്ചുവളാൻ കഴിയുമായിരുന്ന ആ മത്സരത്തെ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കിയത് ബാംഗ്ലൂരു കളിക്കാരുടെ ഒത്തൊരുമയായിരുന്നു. എന്നാൽ ഈ സാങ്കേതിക മികവുകൾക്കപ്പുറം തോൽവിയുടെ വേദനയിൽ തളർന്നിരുന്ന ഒരു യുവതാരത്തെ ചേർത്തുപിടിച്ച് അവന് തന്റെ കരിയറിലെ ഏറ്റവും വലിയ സമ്മാനം നൽകിയ കോഹ്ലിയുടെ ആ വലിയ മനസ്സാണ് ഈ ഫൈനലിനെ അനശ്വരമാക്കുന്നത്. കായിക ലോകത്തെ ഏറ്റവും മികച്ച മാന്യനായ കളിക്കാരനായി കോഹ്ലിയെ മാറ്റുന്ന ഈ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? വൈഭവ് സൂര്യവംശി എന്ന ഭാവിയുടെ സൂപ്പർ സ്റ്റാറിനെ കോഹ്ലി ആദരിച്ചതിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ റിസ്പെക്ട് ഫോർ കോഹ്ലി എന്നോ ഫ്യൂച്ചർ സൂപ്പർ സ്റ്റാർ വൈഭവ് എന്നോ താഴെ പങ്കുവയ്ക്കാൻ മറക്കരുത്. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി ഇത് മാറുമോ എന്നതിനെക്കുറിച്ചും നിങ്ങളുടെ ചിന്തകൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.